السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ പാപികളാണ്. നമ്മൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാത്തവരുമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വളരെ ചെറുതെന്ന് നാം മനസ്സിലാക്കിയ പല അമലുകൾ കൊണ്ടും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, എത്ര ചെറിയ അമലുകളാണെങ്കിലും അതിനെയൊന്നും നിസ്സാരമായി നമ്മൾ കാണരുത്. അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതായിരിക്കും. ഇന്ന് ഈ വിനീതൻ പരിചയപ്പെടുത്തുന്നതും അങ്ങനെയുള്ള ഒരു അമലിനെ കുറിച്ചാണ്. നമ്മളൊക്കെ നിരന്തരമായി എല്ലാ ദിവസവും 5 വക്ത നിസ്കാരങ്ങളിലും മറ്റുള്ള സമയങ്ങളിലും ചൊല്ലുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മറ്റേതുമല്ല, നമ്മളൊക്കെ സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന ദിക്റിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും നിസ്കരിക്കുമ്പോൾ നമ്മുടെ തിരക്ക് കാരണം പലപ്പോഴും ഈ ദിക്ർ ഒരു തവണ ചൊല്ലി മാത്രം നാം നിസ്കരിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ മഹത്വം നാം അറിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനേ കഴിയുകയില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളെന്നും ആരാണിത് ആദ്യമായി ചൊല്ലിയത് എന്നും നമുക്ക് മനസ്സിലാക്കാം. മഹാന്മാർ പറയുകയാണ്, വഅവ്വലു മൻ ഖാല സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ആദ്യമായ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞത് മീകായിൽ അലൈഹിസ്സലാമാണ്. എന്തിനാണ് മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്ന് മഹാന്മാർ വിവരിക്കുന്നുണ്ട്. വദാലിക, അത് അന്നഹു ഖതറ ബിബാലിഹി അലമത റബ്ബി തആല, അല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാനായ മീകായിൽ അലൈഹിസ്സലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അവസാനം ഫഖാല, അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി, അള്ളാഹുവേ, അഅ്തിനി ഖുവ്വതൻ, എനിക്ക് നീ ശക്തി നൽകണമേ, ഹത്താ അൻദുറ ഇലാ അലമതിക വസുൽത്താനിക്, അള്ളാഹുവേ, നിൻ്റെ മഹത്വവും നിൻ്റെ പ്രതാപവുമൊക്കെ എനിക്കൊന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് അതിനുള്ള ശക്തി തരണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ ഫഅഅതാഹു ഖുവ്വതൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി ഖുവ്വത അഹ്ലിസ് സമാവാത്ത്, ആകാശത്തിലുള്ള ആളുകളുടെ ശക്തി നൽകി, അഥവാ പറക്കാനുള്ള ശക്തി നൽകി. അങ്ങനെ ഫതാറ 5000 സന, 5000 വർഷത്തോളം മഹാനായ മീകായിൽ അലൈഹിസ്സലാം പറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും അത്ഭുതങ്ങളൊക്കെ നോക്കിക്കാണാൻ തുടങ്ങി. ഹത്ത, അങ്ങനെ ഇഹ്തറഖ ജനാഹു മിൻ നൂരിൽ അർശ്, അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അർശിൻ്റെ പ്രകാശത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മഹാനായ മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ചിറക് കരിയുകയാണ്. സുമ്മ സഅലൽ ഖുവ്വത ഫഅഅതാഹു ഖുവ്വ, അങ്ങനെ അള്ളാഹുവിനോട് വീണ്ടും ശക്തിയെ ചോദിച്ചപ്പോൾ അള്ളാഹു ശക്തി നൽകി. ളുഅഫ ദാലിക്, നേരത്തെ നൽകിയ അതിനേക്കാൾ ഇരട്ടി അള്ളാഹു നൽകി. അങ്ങനെ വജഅല യതീറു, മഹാനവറുകൾ പറക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ വിസ്മയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പറക്കാൻ തുടങ്ങി. അങ്ങനെ വയർത്തഫിഉ 10,000 സന, അങ്ങനെ 10,000 കൊല്ലം മഹാനവറുകൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഹത്തഹ്തറക ജനാഹു, മഹാനവറുകളുടെ ചിറകുകൾ അങ്ങനെ കരിഞ്ഞു. വസാറ ഫി ആഖിരിഹി, ഇങ്ങനെ 10,000 വർഷം അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ വസാറ ഫി ആഖിരിഹി കൽ ഫറഹ്, സന്തോഷത്തോടുകൂടെ മഹാനവറുകൾ അതൊക്കെ കണ്ടു തീർത്തു. വറഅൽ ഹിജാബ വൽ അർശ അലാ ഹാലിഹി, അള്ളാഹുവിൻ്റെ അർശും ഹിജാബുമൊക്കെ മഹാനായ മീകായിൽ അലൈഹിസ്സലാം കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ ഫഖറ സാജിദ, മഹാനവറുകൾ സുജൂദിലായി വീഴുകയാണ്. എന്നിട്ട് മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന, വായിത്തുന്നു റബ്ബി, എൻ്റെ റബ്ബാകുന്നത് അഅ്ല, ഏറ്റവും മേലെയായവനാണ് എന്നർത്ഥം വരുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് സുജൂദിൽ കടന്നുകൊണ്ട് മഹാനായ മീകായിൽ അലൈഹിസ്സലാം പറയാൻ. സുമ്മ സഅല റബ്ബഹു, പിന്നെ അള്ളാഹുവിനോട് ചോദിച്ചു, അൻ യുഈദഹു ഇലാ മക്കാനിഹി, തൻ്റെ ആദ്യമേ ഉള്ള സ്ഥലത്തിലേക്ക് മടക്കാൻ
അങ്ങനെ മീകായിൽ അലൈഹിസ്സലാം സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങുകയുമാണ് ചെയ്തത്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ ചോദിച്ചു, യാ ജിബ്രായീൽ, ഓ ജിബ്രീൽ അലൈഹിസ്സലാമേ, അഖ്ബിർനി, എനിക്ക് പറഞ്ഞു തരണം, അൻ സവാബി മൻ ഖാല സുബ്ഹാന റബ്ബിയൽ അഅല ഫി സ്വലാത്തിഹി ഔ ഫി ഗൈരി സ്വലാത്തിഹി. നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത സമയത്തും ഒരാൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രതിഫലങ്ങൾ എത്രയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഫഖാല, അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു മുഅ്മിനത്തായ പെണ്ണുമില്ല, യഖൂലുഹാ, അതിനെ പറയുന്നു, ഫീ സുജൂദിഹി ഔ ഫീ ഗൈരി സുജൂദിഹി, അള്ളാഹുവിൻ്റെ നിസ്കാരത്തിലെ സുജൂദിലും സുജൂദല്ലാത്ത വേളയിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാ കാനത്ത് ലഹു ഫീ മീസാനിഹി അസ്ഖല മിനൽ അർശി വൽ കുർസി, അർശിനേക്കാളും കുർസിയിനേക്കാളും നാളെ അവൻ്റെ തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ് ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത്. മാത്രവുമല്ല, വജിബാൽ ദുന്യ, ദുന്യാവിലുള്ള പർവ്വതങ്ങളെക്കാൾ ഭാരം തൂങ്ങുന്നതാണ്. വയഖൂലുല്ലാ, അള്ളാഹു പറയും, എത്രയോ ഒരാൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അനൽ അഅല, ഞാൻ ഏറ്റവും മേലെയായവനാണ്, വഫൗക കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിൻ്റെയും മുകളിലായവനാണ്, വലൈസ ഫൗഖി, എൻ്റെ മുകളിൽ ആരുമില്ല, ഇശ്ഹദൂ യാ മലായികത്തി, ഓ എൻ്റെ മലക്കുകളെ, നിങ്ങൾ ആ പറഞ്ഞതിനെ നിങ്ങൾ സാക്ഷിയാകണം, ഇന്നി ഖദ് ഗഫർതു ലി അബ്ദി, ഈ പറഞ്ഞ ആളുകൾക്ക്, എൻ്റെ അടിമക്ക് ഞാൻ മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു, വാദഖൽതുഹു ജന്നത്തി, എൻ്റെ സ്വർഗത്തിൽ ഞാൻ അവനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മാത്രവുമല്ല, ഫൈദാ മാത, അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നിരന്തരമായി ചൊല്ലുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ, സാറഹു മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം അവനെ സന്ദർശിക്കും, കുല്ല യൗമിൻ, എല്ലാ ദിവസവും സന്ദർശിക്കുന്നതാണ്. ഫൈദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഹമലഹു, അവനെ ചുമക്കും, അലാ ജനാഹി, തൻ്റെ ചിറകിൻ്റെ മേൽ ചുമന്നുകൊണ്ടുപോകും. എന്നിട്ടോ ഫയുവഖിഫഹു ബൈന യദയില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ നിർത്തിക്കൊണ്ട്, ഫയഖൂലു, മീകായിൽ അലൈഹിസ്സലാം പറയും, യാ റബ്ബി ശഫ്ഇനി ഫീഹി, അള്ളാഹുവേ, ഇവനിൽ എനിക്ക് നീ ശുപാർശ നൽകണേ. ആ പറയുന്ന സമയത്ത് അള്ളാഹു പറയുമത്രേ, ഖദ് ശഫഅതുക ഫീഹി, ഞാൻ നിന്റെ ശുപാർശ സ്വീകരിച്ചിരിക്കുന്നു, ഇദ്ഹബ് ബിഹി ഇലൽ ജന്ന, ഇവനെയും കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്രത്തോളം മഹത്വമാണ് ഈ ഒരു സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന ദിക്റിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ദിക്ർ പതിവാക്കുക. സുബ്ഹാന റബ്ബിയൽ അഅല വ ബിഹംദിഹി എന്നതാണ് നമ്മൾ സുജൂദിലൊക്കെ ചൊല്ലാറുള്ളത്. അത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ ഹംദും കൂടെ അതിനോടുകൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.